ചരിത്രബോധം മാത്രമല്ല, ശാസ്ത്രബോധം പോലും നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ്. പാർലമെൻറ്റിൽ ഞാൻ നോക്കുമ്പോൾ BJP അംഗങ്ങൾ സമാജ്വാദി പാർട്ടി അംഗങ്ങൾക്കെതിരെ അതിശക്തമായി ആക്രോശിക്കുകയാണ്. എന്താ കാരണം? രജപുത്ര രാജാവായിരുന്ന റാണ സിംഗയെ അപമാനിച്ചു എന്നുള്ളത്. അന്ന് BJPയുടെ രാംജിലാൽ സുമൻ എന്ന് പറഞ്ഞ MP പറഞ്ഞൊരു കാര്യമാണ്. ഒരുപക്ഷെ ഇവിടെ ഇപ്പോൾ ബാബറെ തീവ്രവാദിയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ എനിക്കൊരു സംശയമുണ്ട്, പത്മകുമാർ, ഇയാൾ ബാബറിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. എനിക്ക് സംശയമുണ്ട്. അത്രത്തോളം ചരിത്രബോധം ഇല്ലാത്തവരൊക്കെയാണ് ഇവിടെ ഈ സംഗമത്തിൽ സംസാരിക്കുന്ന ആൾക്കാർ. ബാബറെ കുറിച്ച് പറയാറില്ല. അതെ, അപ്പൊ ബാബറെ കുറിച്ച് പറഞ്ഞപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ, അതായത് മുഗൾ രാജവംശത്തിന് തുടക്കം കുറിച്ച് ബാബറെ കുറിച്ച് പറഞ്ഞപ്പോൾ രാംജിലാൽ സുമൻ പറഞ്ഞു, രജപുത്ര രാജാവായിരുന്ന റാണ സിംഗയല്ലേ ഇബ്രാഹിം ലോധിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ബാബറെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വന്നത്. അതല്ലേ ചരിത്രം? ഇബ്രാഹിം ലോധിയുടെ ഭരണത്തിന് അറുതി കുറിക്കാൻ വേണ്ടിയിട്ട് രജപുത്ര രാജാവായിട്ടുള്ള റാണ സിംഗ് എന്ത് ചെയ്തു? ബാബറെ ക്ഷണിച്ചു വരുത്തി. അങ്ങനെ ബാബർ വന്ന് യുദ്ധം ചെയ്ത് ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ച് അദ്ദേഹം തിരിച്ചു പോകുമെന്നാണ് റാണ സിംഗ് കരുതിയത്. അദ്ദേഹം തിരിച്ചു പോയില്ല, അവിടെ താവളം ഉറപ്പിച്ചു. പിന്നീട് രജപുത്ര രാജാവുമായിട്ടും അദ്ദേഹം യുദ്ധം ചെയ്തു. നോക്കുക ചരിത്രം എങ്ങനെയാണ് മാറി മറിയുന്നത്. ഇന്ന് നമ്മൾ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ഹിന്ദു രാജാക്കന്മാരെല്ലാം സദ്ഗുണങ്ങളുടെ വിളനിലങ്ങളായിരുന്നു. മുസ്ലിം രാജാക്കന്മാര് പ്രാകൃതമായ പൈശാചികമായ ഒരു പ്രതലത്തിലുള്ളവരായിരുന്നു. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും സമൃദ്ധിയുള്ള നാട്ടുരാജ്യമായ സാമൂതിരിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദു രാജാവായ കൊച്ചി രാജാവല്ലേ ഡച്ചുമായിട്ട് കൂട്ടുകക്ഷി ഉണ്ടാക്കിയത്. ഇവർക്ക് എന്തെങ്കിലും തരത്തിൽ മതമുണ്ടായിരുന്നു, അധികാരത്തിന് വേണ്ടിയല്ലേ. പക്ഷെ നോക്കുക, ഇന്ന് ഇന്ത്യയുടെ ഒരു ആശയവിനിമയത്തിന്റെ അല്ലെങ്കിൽ ചരിത്രബോധത്തിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രതലത്തിലേക്ക് നമ്മൾ ഊളിയിടുമ്പോൾ ഈ മതത്തിന്റെ കണികകൾ മാത്രം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ചരിത്ര നിർമ്മിതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രമില്ല, ശാസ്ത്രം പോയിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി മുമ്പ് നടത്തിയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം എന്താണ് മറ്റേ ഈ കോവിഡിൻ്റെ സമയത്ത് പിന്നെ രാജു നമ്മളെ കൊണ്ടൊക്കെ എന്തൊക്കെയാണ് ചെയ്യിപ്പിച്ചത്? പാത്രം കൊട്ടിയിരുന്നാ ഇവിടെ കൊട്ടിയ ആൾക്കാരുണ്ടോ? പാത്രം കൊട്ടിയ ആൾക്കാരുണ്ടോ? അതിവിടെ ചില ആൾക്കാരുണ്ട്, എനിക്കറിയാതെ, നുണയൊന്നും പറയണ്ട. ഇവിടെ പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം പാത്രം കൊട്ടി എത്ര പേരിവിടെ ഉണ്ട് നോക്കട്ടെ. എന്ത് സമർത്ഥമായിട്ടാണ് കളവ് പറയുന്നത്. ചിലരുടെ മുഖമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം ആരൊക്കെയാ പാത്രം കൊട്ടിയെന്നുള്ളത്. വെളിച്ചം തിരിതെളിച്ചു കഴിഞ്ഞാൽ കോവിഡിന്റെ അണുക്കൾ പോകുമെന്ന് പറഞ്ഞവരുണ്ട്. ഗോമൂത്രം ശരീരത്ത് പുരട്ടിയാൽ കോവിഡിന്റെ അണുക്കൾ പോകുമെന്ന് പറയുന്നുണ്ട്. ചാണകത്തിൽ കടന്ന് പുരണ്ടാൽ കോവിഡ് പോകുമെന്ന് പറഞ്ഞവരുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പറയുന്നത്. അദ്ദേഹം അല്ലേ പറഞ്ഞേ ലോകത്ത് പ്ലാസ്റ്റിക് സർജറി കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്, അതുകൊണ്ടല്ലേ ഗണപതിക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് അദ്ദേഹത്തെ മാറ്റിയതെന്ന് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം മറ്റു പറഞ്ഞ കാര്യം, അദ്ദേഹത്തിൻ്റെ ഡിഗ്രി ഇപ്പോൾ വളരെ കോൺഫിഡൻഷ്യലാണ്. അതായത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഡിഗ്രി ആരും കാണാൻ പാടില്ല. അദ്ദേഹം BA പഠിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ, MA പഠിച്ചത് ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ, അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റിയിൽ. പക്ഷെ ഡിഗ്രി ഒന്നും സർട്ടിഫിക്കറ്റുകൾ കാണാൻ കഴിയില്ല. ഞാൻ MB എന്നല്ലേ, ഇപ്പോൾ ഇവരൊക്കെ MLA ആയിട്ട് പത്മകുമാറെ നിങ്ങളൊക്കെ നിങ്ങളുടെ സാക്ഷ്യപത്രം സമർപ്പിക്കുമ്പോൾ രാജു നമ്മൾ പറയണ്ടേ നമ്മുടെ ഡിഗ്രി എന്താണെന്ന്? ഇല്ലേ? ഒരു പൊതുപ്രവർത്തകന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് അറിയാനുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ പൗരനുമുണ്ട്. നമ്മളെ ഭരിക്കുന്നവരുടെ യോഗ്യത എന്താണ്, സാങ്കേതിക യോഗ്യത എന്താണ്, വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്ന് അറിയാനുള്ള ഒരു അവകാശം പൗരനുണ്ട്. പക്ഷേ ഡൽഹി ഹൈക്കോടതി പറഞ്ഞു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതില്ല. ഹൈക്കോടതികൾ പറയുകയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചവരെ ആർക്കും അറിയില്ല, അദ്ദേഹത്തെ പഠിപ്പിച്ചവരെ ആരും അറിയില്ല. എങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ഡിഗ്രി കരസ്ഥമാക്കിയെന്നും PG
പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കരസ്ഥമാക്കിയെന്നും ആർക്കും അറിയില്ല. നോക്കുക നമ്മുടെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. കഴിഞ്ഞ ശാസ്ത്ര കോൺഗ്രസ്സിൽ 2 പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ ശാസ്ത്ര കോൺഗ്രസ്സിൽ എങ്ങനെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വ്യതിയാനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഭരണഘടനയിൽ ആലേഖനം ചെയ്തൊരു സംഭവമുണ്ട്. ഇന്ത്യക്കാരെ ശാസ്ത്രബോധത്തിലായിരിക്കണം വളർത്തിക്കൊണ്ടുവരേണ്ടത്. ഭരണഘടനയിലുള്ളതാണ്. ആ ഭരണഘടനയിൽ നിന്ന് നമ്മൾ എത്രത്തോളം വ്യതിചലിക്കുന്നു അറിയാൻ വേണ്ടിയിട്ട് ഈ ശാസ്ത്ര കോൺഗ്രസിലെ പ്രബന്ധങ്ങളിലേക്ക് പോയാൽ മതി. ശാസ്ത്ര കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ CV രാമനെ പോലുള്ള ആൾക്കാരൊക്കെ അധ്യക്ഷൻ വെച്ച ഒരു പ്രധാനപ്പെട്ട, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കോൺഗ്രസ്സാണ്. ജവഹർലാൽ നെഹ്റു ശാസ്ത്ര കോൺഗ്രസിൽ പങ്കെടുത്തപ്പോൾ CV രാമൻ പറഞ്ഞു, ഈ ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയുള്ള യോഗ്യത ജവഹർലാൽ നെഹ്റുവിനുണ്ടോ എന്ന് CV രാമൻ ചോദിച്ചിരുന്നു. ആ ശാസ്ത്ര കോൺഗ്രസ് അവതരിപ്പിച്ച 2 പ്രബന്ധങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പരിശോധിച്ചു നോക്കി. ഒരു പ്രബന്ധം, ഇന്ത്യക്കാരാണ് വിമാനം ഉണ്ടാക്കിയത്, ഇന്ത്യക്കാരാണ് വിമാനം. എന്നാൽ എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യക്കാരുണ്ടാക്കിയ പഴയ പുഷ്പവിമാനത്തിൽ പോകാൻ പറ്റുന്നില്ല എന്നാരും ചോദിക്കരുത്. ആരും ചോദിക്കില്ല. അദ്ദേഹം ഇപ്പോഴും വിദേശികളുണ്ടാക്കിയ വിമാനത്തിലല്ലേ അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം സ്വദേശിയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഉപയോഗിക്കുന്ന പേന മോബ്ലയുടെ പേന, അദ്ദേഹം ഉപയോഗിക്കുന്ന കോട്ട് വിദേശി ഉണ്ടാക്കിയ കോട്ട്, ഷൂ വിദേശി ഉണ്ടാക്കിയ കോട്ട്, അദ്ദേഹം സഞ്ചരിക്കുന്ന BMW വാഹനം വിദേശി ഉണ്ടാക്കിയത്. അദ്ദേഹം ഏത് സ്വദേശ ഉൽപ്പന്നമാണ് ഉപയോഗിക്കുന്നത്? എല്ലാം അദ്ദേഹം ഉപയോഗിക്കുന്ന അദ്ദേഹം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ഇതെല്ലാം അവരുണ്ടാക്കിയതല്ലേ. പോട്ടെ, ആ 2 പ്രബന്ധങ്ങൾ പരിശോധിച്ച് നോക്കുക. ഒരു പ്രബന്ധത്തിൽ ഇന്ത്യക്കാരാണ് വിമാനം കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. 2ാമത്തെ പ്രബന്ധമായിരുന്നു, നമ്മുടെ ബാബു വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ പ്രവർത്തിച്ച ആളാണ്. നമ്മളെക്കാളൊക്കെ ശാസ്ത്രബോധം ഉള്ള ആളാണ് അല്ലേ. ബാബുവിൻ്റെ താടി ഇങ്ങനെ നീണ്ട് എവിടം വരെ എത്തുന്നതാവും. ഇത് എന്താണിത്? ഹിമാലയത്തിൽ പോയിരുന്നാ ഒരു യോഗി വര്യനായിട്ട് മാറുന്നുണ്ട്. ഒരു പക്ഷേ ഇദ്ദേഹം ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരുപാട് ആരാധകരും അനുയായികളും ഉണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വലിയ ഡിമാൻഡായിട്ട് ഇന്ത്യയിൽ വേണമെങ്കിൽ സദ്ഗുരുവായിട്ടോ അല്ലെങ്കിൽ ശ്രീ രവിശങ്കറിൻ്റെ മറ്റൊരു പതിപ്പായിട്ടൊക്കെ വേണമെങ്കിൽ ബാബുവിന് മാറാൻ പറ്റും. ഒരു ആശ്രമമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബാബു കോടാനുകോടി രൂപ ഉണ്ടാക്കാൻ പറ്റും. അല്ല, ഇവിടെയും മോശമൊന്നുമല്ല, കേരളത്തിലും വേണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. 2ാമത്തെ പ്രബന്ധം, അതായത് ഈ നാസയുടെ ഫോട്ടോഗ്രാഫിയിൽ ഈ മാർസിനെ കുറിച്ച്, ചൊവ്വയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഹെൽമറ്റ് രൂപത്തിലുള്ള 2 ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ഹെൽമറ്റ് രൂപത്തിലുള്ള. അപ്പോൾ ഒരു പ്രബന്ധകാരൻ എഴുതി വച്ചിരിക്കുകയാണ്, ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിച്ച പ്രബന്ധമാണെന്ന് നമ്മൾ ചിന്തിക്കണം. അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്, ഇത് മഹാഭാരത യുദ്ധകാലത്ത് ഒരു രാജാവിൻ്റെ തലയിൽ നിന്ന് തെറിച്ചുപോയ കിരീടമാണ്. ഏത്? ചൊവ്വയിൽ ഈ നാസയുടെ ചിത്രത്തിൽ പതിഞ്ഞ നിങ്ങൾ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ്. നോക്കുക ഏത് രൂപത്തിലേക്കാണ് നമ്മുടെ ശാസ്ത്രബോധം മാറി മറിയുന്നത്. ഇന്ന് ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെയുള്ള സിലബസുകൾ പരിശോധിച്ചാൽ വേദിക് സയൻസ് ആണ്. ഞാൻ പഠിച്ച ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ 300 വേക്കൻസികൾ ഉണ്ടായിരുന്നു. ആ 300 വേക്കൻസികൾ അവർ ഫില്ല് ചെയ്തു. ആ 300 വേക്കൻസിയിലേക്ക് ആര് വന്നു എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒരു പ്രത്യേക പ്രത്യയശാസ്ത്ര ധാരയുടെ ആൾക്കാരെ ആ പോസ്റ്റുകളിലേക്ക് അവർ നിയമിച്ചു. ഈ രൂപത്തിൽ പോകുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ സർവകലാശാലകൾ ഏത് രൂപത്തിലേക്ക് മാറുമെന്ന് നമ്മൾ ചിന്തിക്കണം.